എല്ലാ പ്രിയപ്പെട്ട അബൻ വ്ളോഗിൻ്റെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. വളരെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ദിവസമായി മാറട്ടെ ഇന്ന് എന്ന് ആശംസിക്കുന്നു. കൂടെ ഇറാൻ പോലെയുള്ള യുദ്ധത്തിൻ്റെ കെടുതിയും ദുരിതവും അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളോട് അനുഭാവം പ്രകടിപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നറിയിക്കുകയാണ്. ഇറാൻ, ഫലസ്തീൻ, ലെബനാൻ, യമൻ, പിന്നീട് നമ്മുടെ പ്രവാസി സമൂഹം ഒന്നടങ്കം ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ, ഇവിടെയൊക്കെ കടുത്ത പ്രയാസവും വിഷമവും അനുഭവിക്കുന്നു. അതിൻ്റെ കുറേശ്ശെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്കും എത്തിയിരിക്കുന്നു. നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് അത് കുറച്ചും കൂടി വരാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. യുദ്ധം അവസാനിക്കട്ടെ, അതിനുള്ള സംവിധാനം ഒരുക്കട്ടെ. അഥവാ ഇറാൻ ജയിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് അവസാനമുണ്ടാവട്ടെ എന്നതാണ് നമ്മുടെ താല്പര്യവും ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് F-35 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ച് പൊടിച്ചിട്ടു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു F-35 പോലെയുള്ള യുദ്ധവിമാനത്തെ വെടിവെച്ച് താഴ്ത്തിടാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത് എന്നുള്ളതിൽ ലോകം അതിശയിക്കുന്നു, ലോകം ഞെട്ടുന്നു. അമേരിക്ക ഇപ്പോൾ ഈ കിടന്ന് പിടക്കുകയാണ്. ഇതെന്താണ് ഒന്നും എന്ന് പോലും അറിയാത്ത രീതിയിൽ അത്രയ്ക്ക് അവർ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആകാശയുദ്ധത്തിൽ മേൽക്കോയ്മ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. താഡ് സിസ്റ്റം, പാട്രിയറ്റ് സിസ്റ്റം, അയൺഡോം സിസ്റ്റം, ഇതിനെല്ലാം ഈ മേഖലയെല്ലാം തകർത്തതിന് ശേഷം പുതിയ ഒരു മേഖല ഇറാൻ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് F-35. എന്താണ് F-35 യുദ്ധവിമാനം എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. F-35 5th ജനറേഷൻ, 5ാം തലമുറയിൽപ്പെട്ട സ്റ്റീൽത്ത് ഫ്ലൈറ്റ് യുദ്ധവിമാനമാണ്. അത് റഡാറിൽ അതിന് പിടിക്കാൻ വേണ്ടി സാധിക്കും. റഡാറിൽ കുടുങ്ങാത്ത രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ അതിന് സാധിക്കും. കൃത്യമായ സെൻസറിങ് പൈലറ്റിന് അപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. സാധാരണ റൺവേയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി അതിന് സാധിക്കും. അതിന് പ്രത്യേകമായിട്ട് ഇതൊന്നും വേണ്ട. അതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. 100 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ഈ പറയപ്പെട്ട വിമാനത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമ രീതികൾ, അതായത് മിസൈലോ ഡ്രോണോ പോലെയുള്ള സംവിധാനം വരികയാണ്, കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പൈലറ്റിന് സാധിക്കുകയും അതിൽ വെട്ടിച്ചുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ താഴോട്ടോ മേലോട്ടോ ഒക്കെ ഉയർത്താൻ വേണ്ടി സാധിക്കുന്ന പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എന്നതും ഒരു പ്രത്യേകതയാണ്. അഥവാ F-35 യുദ്ധവിമാനത്തെ കവച്ചു വെക്കാനുള്ള ഒരു വിമാനം ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ചുരുക്കം. നിലവിൽ 1500 വിമാനമാണ് ലോകത്താകമാനം ഇപ്പോൾ F-35 യുദ്ധവിമാനമായിട്ടുള്ളത്. ഏകദേശമാണ് പറയുന്നത്. 2026 കാലത്ത്, അതായത് ഈ വർഷത്തിൻ്റെ ആരംഭത്തോടു കൂടി അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റോടു കൂടി തന്നെ 1310 വിമാനം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2025 അത് 191 മാത്രമായിരുന്നു. മൊത്തത്തിൽ ഇത്രയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശത്രുവിന് ഒരിക്കലും കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല. വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഏകദേശം ബ്ലാക്ക് കറുത്ത കളറാകുന്ന സമയത്ത് അതെങ്ങനെയാണ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് പരാജയപ്പെടുത്തിയിട്ട് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇറാൻ അതും കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിന് ഏകദേശം എത്രയാണെന്ന് പറയുക, അതിൻ്റെ വില കണക്കാക്കുന്നത് $110 മില്യൺ. 80 മുതൽ $110 മില്യൺ വരെ. ഇപ്പോൾ കിട്ടാൻ വേണ്ടി $110 മില്യൺ വേണം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇത് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം മാത്രമല്ല, ഏകദേശം ഈ ഗ്ലോബൽ അലയൻസ് ടീമാണ് ഇത് നിർമ്മിക്കുകയും ഭാഗം ചെയ്യുകയും വിഭജിക്കുകയും ചെയ്യുന്നത്. 20 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്നത്. അത് നിർമ്മിക്കുന്നത് അമേരിക്കയിലാണെങ്കിലും അതിൻ്റെ ഇറ്റലി, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ പാർട്സുകൾ നിർമ്മിക്കുന്നുണ്ട്. ആ വ്യത്യസ്ത രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന പാർട്സുകൾ ക്രോഡീകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത് അമേരിക്കയിലാണ് എന്ന് ചുരുക്കം. അമേരിക്കയ്ക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം, ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങണം. ഏറ്റവും കൂടുതൽ നിലവിൽ F-35 യുദ്ധവിമാനമുള്ള അമേരിക്കയുടെ കൈവശത്തിലാണ്. മറ്റുള്ളത് നമ്മൾ നോക്കാം. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ
UK, ഇറ്റലി, ഇസ്രായേൽ, നെതർലാൻഡ്, ഓസ്ട്രേലിയ, നോർവേ, ഡെൻമാർക്ക്, ബെൽജിയം, പോളണ്ട്, ഫിൻലാൻഡ്, ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, സ്വിറ്റ്സർലൻഡ്, കാനഡ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, റൊമേനിയ, ഗ്രീസ്. ഈ രാജ്യങ്ങൾ ഒരു ഗ്ലോബൽ അലയൻസ് ഉണ്ട്. അവരാണ് F-35 യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മിക്കാൻ പങ്കുവയ്ക്കുന്നതും അതുപോലെ തന്നെ അവരിലേക്കാണ് ഇത് എത്തുകയും ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും ഇത് പരീക്ഷണ പറക്കൽ നടത്തിയിട്ടുണ്ട്. ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല രാജ്യങ്ങൾ ചോദിച്ചാൽ ഗസയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് യുദ്ധം നിലവിൽ നിൽക്കുന്ന അതിൽ 2 എണ്ണം പറയുന്നുണ്ട്. ഒന്ന് ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ്റെ ഈ പറയപ്പെട്ട F-35 യുദ്ധവിമാനം ഉക്രൈൻ്റെ കൈവശത്തിലില്ല. പക്ഷേ അത് അമേരിക്ക നൽകുകയോ മറ്റോ ചെയ്തിട്ട് ഉക്രൈൻ്റെ തന്നെ ഈ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഇത് പരീക്ഷണ പറക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഗസയുടെ ആകാശത്ത് കൂടെ നിരന്തരം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അതായത് മറ്റു രാജ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ഒരു പരിശോധന നടത്തി. സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ റഷ്യ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇല്ല എന്ന് അമേരിക്ക പറയുന്നു. അതിൻ്റെ സ്ഥിരീകരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കാര്യം ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ പരീക്ഷ നടത്തിയിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അടുത്തത് ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ നിരീക്ഷണ കാര്യങ്ങൾ പരിശോധിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തത് ഈ യുദ്ധവിമാനം F-35 യുദ്ധവിമാനമാണ് എന്ന് പറയപ്പെടുന്നു. അതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് വലിയ വിശ്വാസ്യമായി. കാര്യം എന്ന് വെച്ചാൽ അമേരിക്ക അവിടെ ബ്ലാക്ക് മെയിൽ പരിപാടി ചെയ്തു. അവിടുത്തെ ഭരണാധികാരി തട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് വിമാനങ്ങൾ ആകാശത്തോടെ പറക്കി തലങ്ങും വിലങ്ങും പറന്നുകൊണ്ട് അവർക്കാകെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായി. അപ്പോൾ അവരുടെ ഒരു സംവിധാനം വേണ്ട അത്ര രീതിയിൽ അത് ഈ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. റഡാർ എന്ന് പറയുന്ന സംവിധാനത്തിൽ നോക്കുന്ന സമയത്ത് വെനിസുലയുടെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഏകദേശം ഒരു 100 വിമാനം ഒരനാവശ്യ സമയത്ത് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് റഡാറിനാണോ കുഴപ്പം എന്നുള്ളതാണ് പിന്നെ ഒരു പരിശോധിക്കുന്നത്. അതല്ലാത്ത രീതിയിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആകാശത്തിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ വിമാനം വരുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ റഡാർ അവിടെ വിജയിച്ചിട്ട് അവരുടെ F-35 യുദ്ധവിമാനത്തിൻ്റെ രീതി അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. എന്നാൽ ഇപ്പോൾ ഇത്രയും ശക്തിയായിരിക്കുന്ന F-35 യുദ്ധവിമാനം ലോകത്തെ എല്ലാവരെയും വെല്ലുവിളിക്കാൻ മാത്രം പാകത്തിലും ശേഷിപ്പുമുള്ള ആ യുദ്ധവിമാനത്തെയാണ് ഇറാൻ്റെ സൈനികർ വെടിവെച്ച് വീഴ്ത്തി. IRGC അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഞങ്ങളാണ് പൊട്ടിച്ചിട്ടത് എന്നവർ പറയുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 110 മില്യൺ കോടി സ്വാഹയായിരിക്കുന്നു എന്നുള്ള രീതിയാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധവിമാനം ഇറാൻ്റെ ആകാശത്തു കൂടി പറത്താൻ ഭയമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അല്ലെ വിമാനം തകർന്നു എന്നുള്ളത് മാത്രമല്ല, തങ്ങളുടെ ഏറ്റവും നൂതനമായിരിക്കുന്ന സംവിധാനത്തെ പോലും തകർക്കാൻ പാകത്തിലുള്ള നിർമ്മിതികൾ, മിസൈലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതോ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ യുദ്ധം F-35 പോലെ യുദ്ധവിമാനങ്ങൾ മറ്റു ലോക രാജ്യത്തിന് വിൽപ്പന നടത്താൻ സാധിക്കാത്ത വിധമാണ് അവരുടെ സംവിധാനം എന്ന് പറയുന്ന സമയത്ത് സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രയാസം ഇതിനാലെ അമേരിക്ക ഉണ്ടാകുന്നു. അവരുടെ ആയുധങ്ങൾക്കൊന്നും മുൻപത്തെ പോലെ തീവ്രത പോരാ എന്ന് മനസ്സിലാക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം എല്ലാ പ്രതിരോധ സംവിധാനം താഡിനെ പറ്റി പറഞ്ഞു, പാട്രിയറ്റിനെ പറ്റി പറഞ്ഞു, അയൺഡോമിനെ പറ്റി പറഞ്ഞു, ആരോത്രയെ പറ്റി പറഞ്ഞു. അവരുടെ കൈവിൽ എന്തൊക്കെ പ്രതിരോധ സംവിധാനമുണ്ടോ ആ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെട്ട മേഖല പോലും തകർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ അകത്തേക്ക് ഇറാൻ മിസൈൽ നിരന്തരം ഇട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ പറയുന്ന സമയത്തൊക്കെ അവർ ഈ പെരുന്നാൾ ദിവസത്തിലും പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് അങ്ങനെ പള്ളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ യുദ്ധമുഖത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിസ്കാര കാര്യങ്ങളൊക്കെ നടത്തുന്നത്. യുദ്ധമുഖത്താണ് സാധാരണഗതിയിൽ സൈനികർ നിസ്കരിക്കാനുള്ള ചരിത്രത്തിൻ്റെ ആയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. അതിന് പ്രത്യേകമായിട്ട് സൈനികർ പള്ളിയിൽ പോകേണ്ട പരിപാടിയൊന്നുമില്ല. അവരെന്ത് ചെയ്യും? അവരുടെ യുദ്ധമുഖത്ത് അവർ നിസ്കരിക്കും. അത് കടലിലാണെങ്കിൽ അവിടെ, കരയിലാണ് അങ്ങനെ, ആകാശത്താണ് അങ്ങനെ, ഏത് മേഖലയാണെങ്കിലും അതവർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇവരിങ്ങനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അനുഭവങ്ങളും വേദനകളും ഇസ്രായേലിൽ നിന്ന് ഓരോരോ നിമിഷവും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങനെ പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ചിലതെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും വലിയ പ്രയാസത്തിലാണ്, വലിയ സങ്കടത്തിലാണ്, വലിയ കഷ്ടതയിലാണ് അമേരിക്കയും ഇസ്രായേലും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം F-35 യുദ്ധവിമാനം വീണതോടുകൂടി ലോകത്തിന് മുൻപിൽ
അമേരിക്കയുടെ അഭിമാനം വീണുപോയിരിക്കുന്നു. അവരുണ്ടാക്കുന്ന ആയുധത്തിന് ഇത്രയൊക്കെ ശക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻ ബുക്ക് ചെയ്തവരൊക്കെ ഇപ്പോൾ അത് വേണ്ട എന്നോ അതല്ലെങ്കിൽ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്നോ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.